ബോയ്സിൻ്റെ സീസൺ 5 സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അവസാനത്തെ ഫിനാലെ സീസണാണ്. അതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇനി വീക്കിലായിരിക്കും റിലീസ് ചെയ്യാം. മൊത്തം ഒരു 8 എപ്പിസോഡുകളുണ്ടാവും സാധാരണ പോലെ തന്നെ. ആദ്യത്തെ 2 പൊളിയായിരുന്നു, നല്ല രസമുണ്ട്. പേഴ്സണലി ആ ഒരു ഫസ്റ്റിനേക്കാൾ കൂടുതൽ സെക്കൻഡ് എപ്പിസോഡ് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് വലിയ കുറേ ക്യാരക്ടർ ഡെത്തുകളും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കാണുന്നുണ്ട്. കുറേ ഒരു ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ ഒരു എപ്പിക് ഫിനാലെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കുള്ളൊരു നല്ല സ്റ്റാർട്ടായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റാർട്ട്. സോ ഇനി ഇപ്പം തന്നെ മെയിൻ ക്യാരക്ടേഴ്സ്ക്ക് തന്നെ നേർക്ക് വന്നു. സോ ഇനി ഇവരിങ്ങനെ പോകുമ്പോൾ തോറും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹോംലാൻഡറിൻ്റെ ടീമിൻ്റെ അത്രയും പിടിച്ചു നിൽക്കാൻ നമ്മുടെ മറ്റേ ടീമിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിക്ചറിൻ്റെ ടീമിന്. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു വഴി അവർ കഴിഞ്ഞ സീസണിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ വൈറസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് അതിനോടൊപ്പം നിൽക്കാൻ, അതിനോടൊന്ന് അടിച്ച് നിൽക്കാൻ എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നുണ്ട്. ആ ഒരു സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോഴാണ് ഈക്വലി പ്രൊപ്പോർഷണലായത്, ഒരു വെയിറ്റേജ് പ്രോപ്പറായത്. മറ്റേത് അവരെ തൊട്ടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ഹോംലാൻഡറിനെ എല്ലാവർക്കും പേടിയാണ്. ഹോംലാൻഡറിനെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ള അറിയില്ല എന്നുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് മൂപ്പര് ആന്റണി സ്റ്റാർ പൊളിച്ചടിക്കുന്നുണ്ട്. മൂപ്പര് അത് നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെ കണ്ടതാണ്, എത്രത്തോളം പീക്കായിട്ടാണ് ഒരു ക്യാരക്ടറിനെ മൂപ്പര് ചെയ്തിട്ടുള്ളതെന്ന്. ഇതിലും അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടി വരും. ആ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ ആളെ ഭയങ്കര പേടിയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് പേഴ്സണലി ഉണ്ടാകുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഇനീഷ്യൽ എപ്പിസോഡുകളിൽ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രോപ്പർ എപ്പിക് ഫിനാലെയാണ്. ഒരു ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കുറേ വയലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ 2 എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ വന്നെങ്കിൽ ഇനി എന്തായിരിക്കും അടുത്ത 6 എപ്പിസോഡിലുള്ളത് കാണാൻ? ഇനിയിപ്പോൾ വലിപ്പിക്കുമോ അതോ പ്രോപ്പറായിട്ട് ഇതേപോലെ തന്നെ നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ നമുക്ക് ബാക്കിയുള്ള എപ്പിസോഡുകൾ കൂടി ഇറങ്ങിയാൽ നമുക്ക് അറിയുള്ളൂ. ടോട്ടൽ 8 എപ്പിസോഡുകളാണ്. ഐ തിങ്ക് മെയ് അവസാനമൊക്കെ ആയിട്ട് ആകുമ്പോഴേക്കും കഴിയുന്നുണ്ടാവും. ഇനി അങ്ങോട്ട് ഓരോ എപ്പിസോഡുകളായിരിക്കും ഇറങ്ങുക. ആൻഡ് ഇതിന് നമ്മുടെ ഈ IGN ഉണ്ടല്ലോ, അവർ കൊടുത്തിട്ടുള്ള റേറ്റിംഗ് കുറവാണ്, 6 7 അങ്ങനെ എന്തൊക്കെയാണ്. അവന്മാരുടെ ഒന്നും നോക്കരുത് ഞാൻ പറയാം. അവരുടെ ഒന്നും നോക്കിയിട്ട് ഈ ഒരു സാധനം കാണാതിരിക്കരുത്. കാരണം അവർ ഭയങ്കര അധികം ഒരു ബയസ്ഡ് സാധനമാണ്. അവർ ഷീഹൾക്കിന് 9 കൊടുത്തവരാണ്, പെൻഗ്വിന് 5 കൊടുത്തവരാണ്. എങ്ങനെ അവരാണ് ഇപ്പം അതുകൊണ്ട് IGN എന്നുള്ളത് അതിൻ്റെ അപ്പുറത്ത് ഒരു ORയും കൂടി ഇട്ട് ഇഗ്നോർ ആക്കേണ്ട അവസ്ഥ മാറിയിരിക്കുന്നു. ഇതിൽ ഇറങ്ങുന്നതിന് മുമ്പേ അവർ റിവ്യൂ ഇട്ടു ഇന്നലെ മിനിഞ്ഞാന്ന്. അതായത് നമുക്ക് ആകെ 2 എപ്പിസോഡ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ടോട്ടൽ സീസണിൻ്റെ റിവ്യൂ അവർക്ക് വല്ല പ്രിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അതൊന്നും നോക്കാൻ നിൽക്കേണ്ട. ഈ നമ്മുടെ ഇൻവിൻസിബിൾ ഇല്ല, അത് പറഞ്ഞ പോലെ തന്നെ അതും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇൻവിൻസിബിളിൻ്റെ സീസൺ 3 കഴിഞ്ഞ സീസൺ, ഇപ്പോൾ സീസൺ 4 അല്ലേ, കഴിഞ്ഞ സീസണൊക്കെ ഇവർ ഇതുപോലെ 5 4 എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പീക്ക് സീസണായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു കിട്ടില്ലൻ 8ാമത്തെ എപ്പിസോഡും 7ാമത്തെ എപ്പിസോഡൊക്കെ പൊളിയായിരുന്നു. അതിൻ്റെ പ്രോപ്പർ ഫിനാലെ മറ്റേ ആ ക്യാരക്ടർ വന്ന ആ ചങ്ങായി അപ്പൂപ്പൻ പൊളിച്ച ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ബോയ്സും ഇതേപോലെ ഈ ബുധനാഴ്ചകളിലാണ് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ബുധനാഴ്ചയും അടിപൊളിയാണ്. ഇതുപോലെ നമുക്ക് വളരെ ഡെയർ ഡബിൾ സീസൺ 2 ഇറങ്ങുന്നുണ്ട്, ബോണഗെയിൻ്റെ. ദെൻ ഇൻവിൻസിബിളിൻ്റെ സീസൺ 4 ഇതുപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻവിൻസിബിൾ സീസൺ 4ൻ്റെ 5 6ാമത്തെ എപ്പിസോഡായി അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോയ്സിൻ്റെ ഈ 2 എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് കിഡിലിനായിട്ട് പോകുന്നുണ്ടാവും. ഡെയർ ഡബിൾ ബോണഗെയിനും ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് അങ്ങനെ പോകെ ഇപ്പോൾ ഒരു 3-4 എപ്പിസോഡൊക്കെ ആകുമ്പോൾ കുറച്ച് എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ആക്ഷൻ സീക്വൻസുകളൊക്കെ പ്രോപ്പറായിട്ട്. പിന്നെ മറ്റേ നെറ്റ്ഫ്ലിക്സിലുള്ള കുറേ ക്യാരക്ടേഴ്സിനൊക്കെ അവർ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതും പോകുന്നുണ്ട്. സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ ബുധനാഴ്ചകളിലും അടിപൊളിയായിരിക്കും. ഇതുപോലെ നല്ല പീക്കായിട്ടുള്ള കുറേ ടെലിവിഷൻ സാധനങ്ങൾ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ ഒരു 3 അടുപ്പിച്ച് ഇതുപോലെ തന്നെ. ദെൻ വൺ പീസിൻ്റെ എൽബ ഫാർക്ക് ഇറങ്ങുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും. സോ പഴയ നമ്മൾ ഈ എല്ലാ റുട്ടീനിൽ കാണുന്ന സാധനങ്ങളില്ല, അത് ആ ഒരു പാറ്റേൺ പഴയ പോലെ പിന്നെയും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. സോ ബോയ്സിൻ്റെ സീസൺ ഫിനാലെ അല്ലെങ്കിൽ സീസൺ 5ൻ്റെ ഫിനാലെ സീസണിൻ്റെ ഈ 2 എപ്പിസോഡുകൾ കണ്ടവരാണെങ്കിൽ ഈ 2 എപ്പിസോഡുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ടോട്ടൽ സീസൺ കഴിഞ്ഞിട്ട് ഈ ഫിനാലെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സീസൺ റിവ്യൂ ആയിട്ട് വരാം. സോ മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.